തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഒരു വ്യത്യസ്ത രാഷ്ട്രീയമാണ്. തമിഴ് മണ്ണിൽ സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ കാലിടറാറുണ്ട്, അല്ലെങ്കിൽ ഭയന്ന് പിന്മാറാറുണ്ട്. നിലവിൽ DMK തകർന്നിരിക്കുകയാണ്. നിലവിൽ TMKയുമായി ഒരു സർക്കാർ ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ഒരു നീക്കം നടത്തുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൽ മറ്റൊരു ട്രാക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു പാർട്ടി എന്ന നിലയിൽ DMKയും AIADMKയും ഞെട്ടിച്ചുകൊണ്ട് അവരെല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വിജയുടെ പാർട്ടിയായ TVK ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MGRനും ജയലളിതയ്ക്കും ശേഷം സിനിമയിൽ നിന്ന് തമിഴ് ജനതയുടെ ഹൃദയം കീഴടക്കി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു താരം കൂടി എത്തുന്നു എന്ന സൂചനയാണ് ചെന്നൈയിൽ നിന്നും വരുന്നത്. രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഭയന്ന് മാറി നിന്നപ്പോഴും കമൽഹാസന് ജനമനസ്സുകളിൽ അത്ഭുതം കാട്ടാൻ കഴിയാതിരുന്നപ്പോഴും വിജയ് എന്ന താരത്തിന് തമിഴ് മണ്ണിൽ നൽകിയ അംഗീകാരം രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ വിജയകാന്തിന് പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം വളരാൻ കഴിഞ്ഞില്ല എന്ന ചരിത്രവും ശരത് കുമാർ, നഗ്മ തുടങ്ങിയ താരങ്ങളുടെ രാഷ്ട്രീയ പരാജയങ്ങളും നിലനിൽക്കെയാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന തമിഴ് എന്ന സിനിമാ നടൻ ആ പേര് പുതിയ ഒരു തമിഴ് രാഷ്ട്രത്തിലേക്ക് ചുവടുവെക്കുന്നത്. ചെറു കക്ഷികളുടെ പിന്തുണയിൽ വിജയന് തമിഴകം ഭരിക്കാനാകും. ഇതാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ വിജയെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും പുച്ഛിച്ചു തള്ളിയവർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ ജനബലി. വെറും സിനിമാ താരമെന്നും രാഷ്ട്രീയ പ്രാഗൽഭ്യമില്ലാത്ത ഒരു വ്യക്തിയാണെന്ന് വിളിച്ചാക്ഷേപിച്ച DMK AIADMK നേതൃത്വത്തിൽ ഇത് വിജയ തരംഗത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വമ്പൻ സ്രാവുകൾ നീന്തിത്തുടിച്ച കടൽ സ്രാവിനെ പോലെ വിജയ് ആധിപത്യം ഉറപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയവും കൗതുകത്തോടെ നോക്കിക്കാണുകയാണ്. ഭരണകക്ഷിയായ DMKയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് മണ്ഡലങ്ങളിൽ TVK സ്ഥാനാർത്ഥികൾ മുന്നേറുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണം വിജയ് ഉയർത്തിയ മാറ്റത്തിനായുള്ള ആഹ്വാനത്തിനു മുന്നിൽ വിലപോയില്ല. യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ടുകൾ വൻതോതിൽ വിജയുടെ പെട്ടിയിലേക്ക് വീണതാണ് ഈ അപ്രതീക്ഷിത വിജയത്തിന് പിന്നിലെ രഹസ്യം. വിജയെ കേവലം ഒരു ഗ്ലാമർ താരമായി കണ്ടവർക്ക് അദ്ദേഹത്തെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ വലിയൊരു തിരിച്ചടിയായി. വിജയ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് എന്താവശ്യമാണ് വേണ്ടതെന്ന് ഒരു പ്രഖ്യാപനം ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു നൽകി. അത് അവർ സ്വീകരിച്ചതിന്റെ ഒരു തെളിവാണ് ഈ വോട്ട്. ദ്രാവിഡ പാരമ്പര്യവും തമിഴ് ദേശീയതയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിജയുടെ പ്രസംഗങ്ങൾ സാധാരണക്കാരുടെ ഉള്ളിൽ സ്പർശിച്ചു. തമിഴ്നാടിന്റെ ഭാവി ഇനി ഈ കൈകളിൽ സുരക്ഷിതമാണെന്ന് വോട്ടർമാർ വിശ്വസിച്ചതിന്റെ ഫലമാണ് ഈ വിജയം. AIADMKയുടെ തകർച്ചയും വിജയുടെ ഉദയത്തിന് ആക്കം കൂട്ടി. ജയലളിതയ്ക്ക് ശേഷം ശക്തമായൊരു നേതൃത്വത്തിന്റെ അഭാവം നേരിടുന്ന AIADMK അണികൾ കൂട്ടത്തോടെ വിജയുടെ പാളത്തിലേക്ക് എത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ തമിഴ് രാഷ്ട്രീയം DMK AIADMK എന്ന ദ്വിമുഖ പോരാട്ടത്തിൽ നിന്ന് വിജയ് എന്ന ഏകമുഖ പോരാട്ടത്തിലേക്ക് വഴിമാറുകയാണ്. ഇതിനൊപ്പം DMK വോട്ടുകൾ വിജയ് പിടിക്കുകയും ചെയ്തു. കൃത്യമായി തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ മനസ്സ്, അവരുടെ സ്പന്ദനം അറിഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ അവരുടെ മനസ്സിലേക്ക് വിജയ് വിത്ത് പോലെ പാകിക്കൊടുത്തു. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കും അവിടുത്തെ യുവാക്കൾക്കും എന്തൊക്കെ ആവശ്യങ്ങളാണ് വേണ്ടത് അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതൊരു വാഗ്ദാനമായി അവരുടെ മനസ്സുകളിലേക്ക് അങ്ങ് വിതറിക്കൊടുത്തു. അതാണ് വിജയുടെ പാർട്ടിക്ക് വലിയൊരു വിജയം നേടാൻ സാധിച്ചത്. കാരണം വോട്ടുകൾ കിട്ടിയാൽ, അതായത് ജനങ്ങൾക്ക് എന്താവശ്യമാണോ ഉള്ളത് അത് നമ്മൾ ചെയ്തു കൊടുത്താൽ അവർ റിസൾട്ട് തരും. അതാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്.